കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മളോട് ഒരു സബ്സ്ക്രൈബർ ജസ്ന ജോസഫ് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ജസ്ന ജോസഫിനൊരു ബിഗ് ഹായ് അമ്മയുടെയും മകളുടെയും കേട്ട് കാണുമല്ലോ അല്ലേ എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ 4 മണിക്ക് തയ്യാറാക്കാവുന്ന ഒരു എളുപ്പമാർഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പലഹാരമാണ് റെഡിയാക്കുന്നത്. പണ്ടുകാലത്ത് വീടുകളിലെല്ലാം തയ്യാറാക്കിയിരുന്ന ഒരു വിഭവമാണ് അതായത് അവല് വിളയിച്ചത്. നമ്മൾ അത് 4 മണി പലഹാരമായിട്ട് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴും വീട്ടിലേതെങ്കിലുമൊക്കെ പെട്ടെന്ന് ഗസ്റ്റുകൾ വരുമ്പോഴും അവലുണ്ടെങ്കിൽ ശർക്കരയും ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. എല്ലാവർക്കും അത് വളരെ ആസ്വാദികരവുമായിരിക്കും. ഒരാഴ്ചത്തേക്ക് നമുക്കത് വിളയിച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, കേടാകാതെ. അപ്പം നമുക്ക് അത് തയ്യാറാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുമ്പോൾ അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ കമൻറ്റുകളും അറിയിക്കണം. ഞങ്ങളുടെ ഡിഷുകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞങ്ങൾ അതിൻ്റെ പോരായ്മകൾ അടുത്ത ഡിഷ് തയ്യാറാക്കുമ്പോൾ നികത്തി എടുക്കാം. അത് പരമാവധി അതിനു വേണ്ടി ഞങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇനി നമുക്ക് ഡിഷ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഈ പൂവുണ്ടല്ലോ, ചെടിയും പൂവും ഞങ്ങളുടെ മകള് കുഞ്ഞു കാലത്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഒരേ വർഷവും അതിൻ്റെ ചൂടൊക്കെ തെളിച്ച് അപ്പേ അതിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സപ്പോർട്ടും കുത്തി നിർത്തും. കാരണം ഇതിന് അപാര വളർച്ചയാണ്. മരം പോലെ വളർന്നു പോണത് കൊണ്ട് ഷോർട്ടാക്കി നിർത്തിയിരിക്കുന്നതാണ്. ദിവസേന അതിൽ പൂവാണ്. പൂച്ചപാലൻ ചെടി എന്നാണ് എൻ്റെ പേര്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കടും റെഡ് കളർ, നിറച്ചു പൂക്കളാ ഇപ്പം. ശരി, എന്നാൽ നമുക്ക് തയ്യാറാക്കാം ഡിഷ്. ശരി, ഓക്കെ. ഇന്ന് നമ്മൾ വൈകുന്നേരം ഇല്ലേ ചായക്ക് കഴിക്കാനായിട്ടൊരു മധുര ഡിഷാണ് ഉണ്ടാക്കണത്. എന്താണെന്നറിയാമോ? നമ്മൾ നാടൻ അവല് വിളയിച്ചതും ഏത്തക്കാ പുഴുങ്ങിയതും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ അതിനായിട്ട് ഒരു 1/4 കിലോ അവലെടുത്താൽ മതി. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. 1/4 കിലോ അവല്, ഒരു ചെറിയ ഉണ്ട ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് ഞാൻ മുഴുവനും പാനിയാക്കണില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പാനിയാക്കാനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൂട്ടാം. ഇത് ആദ്യം ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കിയെടുക്കും. പിന്നെ മറയൂർ ശർക്കര ആയതുകൊണ്ട് കല്ലില്ല ഇതില്, എങ്കിലും ഒന്ന് അരിച്ചു നോക്കി ഞാൻ. അരിച്ചിട്ട് നമുക്ക് ഈ ചീൻചട്ടിയിലേക്ക്, ഉരുളിച്ചട്ടിയിലേക്ക് ആ ഉരുക്കിയ സിറപ്പ് ഒഴിച്ചേക്കുക കേട്ടോ. സ്വല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം കൂടി പോയാൽ കുത്തലാവൂല്ലേ, അതുകൊണ്ട് മധുരത്തിന്റെ അത് ശർക്കര ചീമ്പി വെച്ച് അതിന് നികക്ക വെള്ളം ഒഴിച്ച് ഉരുക്കി എടുക്കണതാണ് ഇത്. അല്ല, ശർക്കര നമ്മൾ ചീമ്പി എടുക്കുക. ആ ചീമ്പി എടുക്കുന്ന ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഉരുക്കുക. എന്നിട്ട് ഉരുക്കി കിട്ടുന്ന സംഭവമാണിത്. സിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുകി വരണം. മുറുകി വരുമല്ല, അത് ഇതില് ഡൈല്യൂട്ട് ആവണം. ലയിച്ച ശർക്കര കഷണങ്ങളെല്ലാം ലയിച്ച് ലിക്വിഡ് ഫോമിലാവണം സിറപ്പ്. ആ സിറപ്പ് എടുത്തേച്ച് അരിച്ചെടുത്തേച്ച് പിന്നെ പാനിയാക്കാനാണ് ഇങ്ങനെ ഒഴിക്കണത്. ആദ്യം ചുമ്മാ ഒരു സിറപ്പായിട്ടാണ് എടുക്കണത്. അങ്ങനെ അത് കഴിഞ്ഞ് അത് മുഴുവനും പാനിയാക്കേണ്ട ആവശ്യം വരില്ല. വേറെ എന്തെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇത് പാനിയാക്കണം. പാനിയാക്കണം എങ്ങനെയാന്ന് വെച്ചാൽ ആവശ്യമുള്ള ഇത് ഇതിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ ഇളക്കണം. ഇളക്കിയിട്ട് ഒരു ഈ ഉണ്ടക്കൊക്കെ നമ്മൾ എടുക്കൂലേ, ഉണ്ടയിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇങ്ങനെ എടുക്കുമ്പോഴേ ഒരു നൂൽപ്പരുവം വരും. കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോഴേ ഇങ്ങനെ ഒരു നൂൽപ്പരുവം വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കണം. അതാ, കൂടുതൽ മുറുകി പോയാൽ കട്ടയായി പോകും. അവല് വിളയിക്കുമ്പോൾ ലൂസായി പോയാൽ അല്ല, പാനിപ്പരിവ് അല്ലെങ്കിൽ അത് ലൂസും ആയി പോകും. അപ്പൊ ഒരു പരുവുണ്ട് അതിന്. ആ പരുവിന് കാണിക്കാൻ നമുക്കിതിലേതാ പരുവെന്നുള്ളത്. ശരിയായി വരട്ടെ, മുറുകി വരട്ടെ കേട്ടോ. അപ്പൊ തിക്കായി വരും. ഇതിപ്പോ ഫുൾ ഫ്ലെയിം ആണോ? ആ, ഫുൾ ഫ്ലെയിമാണ്. ഫുൾ ഫ്ലെയിമിൽ കിടന്നോട്ടെ, അതാ നല്ലത്. 1/4 കിലോ അവലാട്ടോ എടുത്തിട്ടുള്ളൂ. ചുമന്ന അവല കിട്ടിയത്, നല്ല നാടൻ അവല്. ഒരു മീഡിയം സൈസ് ഒരു ഉണ്ട ശർക്കര ഉരുക്കിയിട്ട് ഒരു സ്വല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
മുഴുവൻ ചിലപ്പോൾ വേണ്ടി വരൂല മധുരം. വേണ്ടി വരുവാണെങ്കിൽ അത് ചേർക്കാം. അതെങ്ങനെയാ അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്യാ പിന്നീട് ആവശ്യങ്ങൾക്ക്? നമ്മൾ ഇത് ഉരുക്കിയ ഇത് ഒരു കുപ്പിയിൽ എന്തിലെങ്കിലും ആക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 4-5 ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. വേറെ എന്തിനെങ്കിലും എടുക്കാലോ നമുക്ക്. പലതും മധുര കോഴിക്കോട്ടയ്ക്കോ അടയ്ക്കോ എന്തിനെങ്കിലും എടുത്താൽ അങ്ങ് തീർക്കാലോ. അങ്ങനെ ഒരു മീഡിയം സൈസ് ശർക്കര ചീകി ഒരു പാത്രത്തിലിട്ട് അതിൽ നെകക്കെ വെള്ളം ഒഴിച്ച് ചെറുതീയിൽ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും ശർക്കര എല്ലാം നന്നായിട്ട് ലയിച്ച് ഉരുകി കിട്ടും. അതിനാണ് ശർക്കര ഉരുക്കുന്നു എന്ന് പറയുന്നത്. ചില പാചകങ്ങൾക്ക് നമ്മൾ ശർക്കര ഉരുക്കിയതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില പാചകങ്ങൾക്ക് നമ്മൾ ശർക്കര പാനിയാക്കിയത് അല്ലേ? അപ്പോ അവല് നനയ്ക്കുമ്പോൾ ശർക്കര പാനിയാക്കിയതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ അവല് വിളയിക്കുമ്പോ ശർക്കര പാനിയാക്കിയതാണ് നമുക്ക് വേണ്ടത്. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമ്മളൊരു സ്ട്രെയിനറിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കും. കല്ലുകളോ കട്ടകളോ ഒക്കെ ഉണ്ടോന്ന് അറിയാനായിട്ട്. നൂൽപ്പരുവായി തുടങ്ങിയതേ ഇങ്ങനെ ഇത് കണ്ടോ? ഈ പരുവത്തിൽ ഇനി നമ്മള് തേങ്ങ ചേർക്കും. ഇത് കണ്ടോ? മുറുകിപ്പോയാൽ കൊള്ളൂല്ലോ. ഇതേ ഒറ്റ നൂൽപ്പരുവ. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടണം. ഒത്തിരി മുറുകിപ്പോയെന്നു വെച്ചാൽ ഹാർഡായി പോകും. ഒരു മുറി തേങ്ങയുണ്ട് കേട്ടോ. തേങ്ങയിട്ട് നമ്മൾ ഇളക്കി തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറണം. ആ വെള്ളാംശമൊക്കെ ഒന്ന് വറ്റണം. വെള്ളാംശം വറ്റിയില്ലെങ്കിൽ കാറി പോയിരുന്ന അതാ കനച്ചു പോകും. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അവലിടാം. അത്രേ ഉള്ളൂ. ഈ പരുവം നോക്കണം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒരു നൂൽപ്പരുവ. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പനിയില്ല. ഇത് ഒറ്റ നൂൽപ്പരുവ. ഇതാണ് ഉണ്ടയുടെ പരുവോ പനിക്ക്. നമുക്ക് ഇതിന്റെ കൂടെ ഒരു സ്വല്പം ഇതിന്റെ കൂടെ തന്നെ ഒരു സ്വല്പം നെയ്യും ഒരു സ്പൂൺ ചേർക്കാം. പിന്നെ നമ്മള് എള്ളും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിടുമ്പോൾ നെയ്യ് വേറെ ചേർക്കും. അതുകൂടാതെ ഈ പാനിയിലും ഒരു സ്വല്പം നെയ്യ് ഒഴിച്ച് ഒരു നല്ല രുചി കിട്ടും. ചക്കര പാനിയിൽ സ്വല്പം നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇപ്പൊ ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ വഴറ്റി ചേർക്കുമ്പോൾ നെയ്യിൽ നമ്മൾ വഴറ്റി ചേർക്കോളൂ. എന്നാൽ ഇതിന്റെ കൂടെ ഇച്ചിരി നെയ്യും ചേർത്താലും നല്ലതാണ്. നെയ്യ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതല്ലേ. പിന്നെ ഞാൻ കുറച്ചിടണ എന്നാന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഇതധികം കഴിക്കാവുള്ളൂ. ഇച്ചിരി പ്രായമായി ഞങ്ങൾക്കൊക്കെ അധികം ബട്ടറും നെയ്യും ഒന്നും ചെന്നാൽ കൊള്ളൂല. അത് കാരണം അതുകൊണ്ട് ഞാൻ മധുരവും ഒരുപാട് ഇട്ടിട്ടില്ല. ഈ മധുരം മതിയാവും. ഇത്രയാവില്ല ഏതായാലും. ഇനി നമുക്ക് ഈ വെള്ളാംശം തേങ്ങയുടെ വറ്റി ഇതിൽ ചേർക്കാം കേട്ടോ. അവല് ചേർത്ത് കഴിഞ്ഞാൽ എന്നാന്നോ ഗ്യാസ് ഓഫ് ചെയ്താ പിന്നെ മിക്സിങ് ഗ്യാസ്. പിന്നെ അതിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഓൺ ചെയ്ത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവല് കടുകടുന്നായിപ്പോ. ഇപ്പൊ സിമ്മിലാണോ? ഇപ്പൊ സിമ്മിലാണ്. അതായത് തേങ്ങ ഇട്ടപ്പോ തൊട്ട് സിമ്മിലാണ് നമ്മള് ഉരുക്കാനായിട്ട് വെച്ചപ്പോ ഫുള്ളിലേക്ക് വെച്ച് എന്നിട്ട് ഒരു നൂൽപ്പരുവം വന്നപ്പോ സിമ്മിലാക്കി. പിന്നെ ഇനിയിപ്പോ സിമ്മിൽ കിടന്നാ മതി. ഈ വെള്ളത്തിന്റെ അംശം പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അവല് നനച്ച് ഒരു വിളയിച്ച് 2 ദിവസം കഴിയുമ്പോൾ കനച്ചു പോകും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു 4-5 ദിവസം ഇരുന്നോളൂ. ഇത് എപ്പോഴും ഏറ്റവും ഗുണം എന്നാന്ന് പറയുമ്പോൾ ഈ ജോലിയൊക്കെ ഉള്ളവർക്ക് വീടുകളിലെ അമ്മമാർക്ക് സൺഡേ സാറ്റർഡേ ഹോളിഡേ ഉള്ളപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാം വൈകുന്നേരം. അമ്മയുടെയൊക്കെ കാലത്ത് അമ്മയ്ക്കൊക്കെ വീട്ടിൽ കിട്ടുന്നത് അവല് നനച്ചായിരുന്നു. അന്ന് ഈ വിളയിക്കൽ അത്ര ഇതിലേക്ക് വന്നിട്ടില്ല, പ്രാധാന്യം കൊടുത്തിട്ടില്ല ആരും. ഇപ്പോഴാണ് വിളയിക്കലിലേക്ക് വന്നത്. അമ്മയുടെ ഒക്കെ ഭാര്യ എന്ന് പറഞ്ഞാൽ വർഷം എത്ര മുമ്പാ. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തേ ചവലിലേക്ക് ചേർക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. പാകമായി അത്. ഇനി അവല് ഇതിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇട്ട് നോക്കട്ടെ. നമ്മൾ ഇതിലേക്ക് സ്വല്പം ഏലക്കായും ജീരകം, ചെറുംജീരകം, സാധാരണ ജീരകവും പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇവിടെ ജീരകവും ഏലക്കായും ഇട്ടാൽ എല്ലാവർക്കും വഴക്കാം, എൻ്റെ കുട്ടൽ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു സ്വല്പം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത്, എള്ള,
പൊട്ടുകടല എല്ലാം വഴറ്റി ഇതിലേക്ക് ചേർക്കണം. നെയ്യിൽ വഴറ്റി ചേർക്കണം. അതിനുള്ള തയ്യാറെടുപ്പ്. അത് കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ പരിപാടി കഴിയും. വളരെ സിമ്പിളാ. ഉണ്ടാക്കി വെച്ച ഒരു 4-5 ദിവസം ഇരിക്കുകയും ചെയ്തോളൂ. ആണോ? കട്ടി പാനി ആക്കണമെന്നുള്ളു. പാനി ഒരു നൂൽപ്പരുവ. ഓ, നമ്മൾ ചെയ്ത പോലെ. ഇത് ഉണ്ടാക്കി നമ്മള് ടിന്നിൽ അടച്ച് ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട. കണ്ടെയ്നറിൽ അടച്ച് പുറത്ത് മേശയിൽ തട്ടയിൽ വെച്ചാൽ മതി. എയർ ടൈറ്റ് ആക്കി വെച്ചാൽ മതി. അടച്ചു വെക്കണം. 4-5 ദിവസം ഇരിക്കും. 4-5 ദിവസം ഇരിക്കും. അതിനാണ് തേങ്ങയുടെ ആ പച്ചപ്പ് മാറുന്നത്. വെള്ളാംശം പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് വഴറ്റിയിടാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തവയില്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്വല്പം തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊട്ടുകടല ഇച്ചിരി ഇടണം. അതും ചേർത്ത് വഴറ്റിയിട്ട് ഇച്ചിരി എള്ളും കൂടെ ചേർത്ത് വഴറ്റി ഇതിൽ ചേർക്കണം. തേങ്ങാക്കൊത്ത് ചേർത്ത് ഇങ്ങനെ തേങ്ങാക്കൊത്തും എള്ളും പൊട്ടുകടലയൊക്കെ ചേർക്കണം. കോട്ടപ്പടിയിലെ അമ്മായിയുടെ കോമ്പിനേഷനാണ്. അങ്ങനെയാണ് അമ്മ പഠിച്ചേക്കണത്. നല്ലതാണ്. അമ്മായി ഹോസ്റ്റലിൽ പണ്ട് അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. പഴവും ചെറുപഴവും കൊണ്ടുവരും, ഈ അവര് വിളയിച്ചും കൊണ്ടുവരും. പിന്നെ നല്ലൊരു നുറുക്കുണ്ട് ഉണ്ടാക്കണം. നല്ല രുചിയാണ് നുറുക്ക്. കടലമാവ് കൊണ്ടുള്ള. അത് അമ്മയ്ക്ക് അറിയില്ല. അമ്മായിയോടൊന്ന് ചോദിക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇച്ചിരി ഒരു മുളക് പൊട്ടുകടല ഇട്ടു കേട്ടോ. ഇത് രണ്ടും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അവലിലേക്ക് ചേർക്കാം. എന്നിട്ട് സെപ്പറേറ്റ് എള്ള് വറുത്ത് ചേർത്താൽ മതി. കാരണം എള്ള് പെട്ടെന്ന് മൂക്കൂല്ലേ. എള്ളിന് മൂപ്പ് കുറവാണ്. മൂപ്പ് കൂടുതലുള്ള ആദ്യം അങ്ങ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോരിയെടുക്കാമല്ലോ. അങ്ങനെ അവല് വിളയിച്ചതും ഏത്തപ്പഴം പുഴുങ്ങിയതും 4 മണിക്കെന്ന്. എത്ര പെട്ടെന്ന് റെഡിയാക്കിയല്ലേ? ശരിക്കും 10 മിനിറ്റ് എടുക്കുള്ളൂ. 10 മിനിറ്റ് എടുക്കുള്ളൂ. പാനി ഉണ്ടാക്കണ താമസമുള്ളൂ. പിന്നെ തേങ്ങ ഇരണ്ടി വെച്ചിരുന്നാൽ പിടിയുന്നാവും. ഇനി ഇതിലെ അവലിലേക്ക് ഇടുക ഈ വഴറ്റിയ സംഗതികൾ. എള്ളു മൂത്തു ഇത് ഓഫ് ചെയ്യുക കേട്ടോ ഗ്യാസ്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇച്ചിരി നെയ്യുണ്ട്, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്യാം. അതായത് നെയ്യുടെ സ്മെല്ലാവട്ടെ. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിനാണെങ്കിലും നല്ല രുചിയല്ലേ. ആവശ്യത്തിന് നെയ്യ് ചേർക്കണം. നല്ല സ്മെല്ല്. ഇനി എല്ലാം കൂടെ ഇളക്കണം. എന്നാലല്ലേ നെയ്യും ഇതൊക്കെ അങ്ങ് ചേർന്ന് ശരിയാവുള്ളൂ. അറിയാണ്ട് തന്നെ വരുന്നത്. മധുരം അധികം ഇല്ലെന്ന് തോന്നണം. സ്വല്പം പാനി 1 ഉണ്ട ശർക്കര ഉരുക്കിയാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാനി മതി, അല്ലെങ്കിൽ മധുരത്തിന്റെ കുത്തലാവും ഒരുപാട്. ഇത് നമുക്ക് മമ്മ പറഞ്ഞതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തേക്കൊക്കെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് ഇത് നമ്മൾ ഉണ്ടാക്കി ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ചൂടാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചിരുന്നാൽ നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു 4 ദിവസത്തോളം നമുക്ക് ഇത് കേടാകാണ്ടിരുന്നോളും. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടെയ്നറിൽ ചൂടാറി കഴിഞ്ഞിട്ട് കണ്ടെയ്നറിലൊക്കെ ഇട്ട് അടച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു 4-5 ദിവസത്തോളം കേടാകാണ്ടിരുന്നോളും. വളരെ എളുപ്പം റെഡിയാക്കാം. സിമ്പിൾ മെത്തേഡല്ലേ നമ്മുടെ എല്ലാം തന്നെ. ക്വിക്ക് ആൻഡ് ഈസി. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോ നാളത്തേക്ക് സ്കൂളിട്ട് വരുമ്പോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ റെഡിയാക്കി ഒരു കണ്ടെയ്നർ ഇട്ട് വെച്ചാൽ മതി. നാളെ അവര് വരുമ്പോ തന്നെ എടുത്ത് കഴിച്ചോളും. ഇനി നമ്മൾ ഈ അവല് വിളയിച്ച ഈ പാത്രത്തിൽ നിന്നില്ലേ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ തന്നെ നമ്മള് പാനി ഉരുക്കിയതും ഇത് അവല് വിളയിച്ചെടുത്തതും. അപ്പൊ നല്ല ചൂടുണ്ട് ഈ ഡിഷിന്. അപ്പൊ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ചൂടിലിരുന്നാൽ ചിലപ്പോൾ വീണ്ടും കടുപ്പായി പോകും. അപ്പൊ വേറൊരു പ്ലേറ്റിലേക്കോ എന്തിലേക്കെങ്കിലും എടുത്ത് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മള് അവല് വിളയിച്ചതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഏത്തപ്പഴം പുഴുങ്ങാൻ വെക്കുക കേട്ടോ. ഒരു ഏത്തപ്പഴം വെച്ചോളൂ. ഞാൻ ചെറുപഴം കുഴക്കണോളൂ. നിങ്ങൾക്ക് 2 പേർക്ക് ഈ ഒരു പഴം മതിയോ? മുഴുത്ത പഴമല്ലേ, അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. നാടൻ ഏത്തപ്പഴം. അത് നമ്മൾ കുക്കറിൽ ഒരു തട്ട് വെച്ചിട്ട് ഒരു വാഴയിലയിൽ ഒതുങ്ങിയത് വേവിക്കണത്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ വാഴയിലയിൽ വീണോളും. നല്ല പഴുത്ത പഴ. താഴെ വെള്ളം ഒഴിക്കില്ലേ? അടിയിൽ വെള്ളം ഒഴിച്ചൊരു ഒരു തട്ട് വെച്ചേച്ചാണ് വാഴയില വെച്ചേക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കൂലേ. അടിയിലൊരു തട്ട് വെള്ളം വേണം. ഇനി നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. അടച്ചു വെച്ച് സാധാരണ ആരും ഒരുമാതിരി എല്ലാവരും പഴം പുഴുങ്ങുമ്പോ വെയിറ്റ് ഇടാറില്ല. ഞാൻ എന്നാന്നറിയാമോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിന് വെയിറ്റ് ഇടും. ഇതെനിക്ക് പറഞ്ഞു തന്നത് മമ്മിയാ. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ
ഒരു വിസിലൊന്നും അടിക്കണ്ട, അതിനു മുമ്പ് തന്നെ ആവും പഴുത്ത പഴമാണെങ്കിൽ. പഴുക്കാത്ത പഴമാണെങ്കിൽ ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ ശരിക്കും വെന്തിരിക്കും. അതാ ഇതിപ്പോ ഇനിയിപ്പോ നല്ല ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എയർ വന്നു കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. എന്നിട്ട് നമുക്ക് ഒറ്റ വിസിൽ പതുക്കെ ഊതുമ്പോഴേ ഓഫ് ചെയ്യും. അത് പഴുത്ത പഴമായതുകൊണ്ട് ശരിക്കും പഴുത്ത പഴം. നല്ല കോമ്പിനേഷൻ അല്ലേ, ഏത്തപ്പഴം മുഴുങ്ങിയത് അവല് വിളച്ച്. എനിക്ക് ചെറുപഴം. അതിന് വെള്ളം തന്നെ എന്തിനാ, ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, കഴിക്കാമല്ലോ. ഇതൊക്കെയാണ് ഒരു നേരം പോക്ക്. ഇനി നമ്മുടെ ഇതിൽ എയർ വന്നിട്ടുണ്ട്. വെയിറ്റ് ഇടാം കേട്ടോ. വെയിറ്റ് ഇട്ട് ഒറ്റ വിസിൽ നമുക്ക് ഓഫ് ചെയ്യാം. കുക്കർ അടയ്ക്കുമ്പോഴേ ഇതിന്റെ ഇടയിൽ ഇലയൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇല ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് അകത്തേക്ക് വെച്ചിട്ട് വേണം കുക്കർ അടയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രഷറെല്ലാം ഇതിൽ കൂടെ പോവും, എയറൊക്കെ ഇതിൽ കൂടെ പോവും. ഇനി നമ്മുടെ എയർ സ്വയം അതിലിരുന്ന് പോയി നമ്മൾ ഒരു വിസിൽ അടിച്ചോളൂ കേട്ടോ. നന്നായിട്ട് പഴുത്തതായിരുന്നു. ഇച്ചിരി പഴുപ്പ് കുറവുണ്ടെങ്കിൽ 2 or 3 വിസിൽ അടിപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എയർ അതിലിരുന്ന് തന്നെ എയർ പോവായിരുന്നു. എന്നിട്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം. പഴുത്ത് അല്ല വെന്തിട്ടുണ്ടാവും എന്തായാലും. നല്ല പഴുത്തതായതുകൊണ്ട് ശരിക്കും വെന്ത് കാണും. നോക്കാം. ആവി പറക്കണം. എന്റെ ദൈവമേ, അപ്പ എപ്പോഴും പറയൂലേ ഇതില് സിറപ്പ് വരുന്നതേ. ഇതാണ് ഈ സിറപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ ഗോതമ്പ് കൂട്ട് കഴിക്കുമ്പോ അപ്പക്ക് ഈ സിറപ്പ് കിട്ടിയേ പറ്റുള്ളൂ. ഏത്തപ്പഴം പുഴുങ്ങിക്കഴിഞ്ഞാൽ എന്നോട് പറയും, എനിക്ക് പഴത്തിനും കൊണ്ടേ വെക്കുമ്പോഴേ പറയാ സിറപ്പ് എന്തിയെന്ന്. വാഴയില എപ്പോഴും വേണം ആ സിറപ്പ്. അതെന്തിനാ? അത് നല്ല ടേസ്റ്റാന്നാ പറയണ. ഞാനിങ്ങനെ സിറപ്പൊന്നും കഴിക്കാറില്ല. അപ്പയാണ് ഗോതമ്പ് കൂട്ടിൽ കലർത്തണത്. ഗോതമ്പ് കൂട്ടിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയത്. നമുക്ക് ഒരു ദിവസം ഒന്ന് എടുക്കാം ഗോതമ്പ് കൂട്ടും പഴം പുഴുങ്ങിയത്. സിറപ്പ് സ്മെല്ലടിച്ചാൽ തന്നെ അറിയാം ഒരു പ്രത്യേക. അതേ കട്ട് ചെയ്ത് തരാം, കഴിച്ചോ. നല്ല നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയത്. ആവി വറക്കണ ചൂടോട് കൂടി അല്ലേ. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. എടുക്കാം. സുന്ദരമായ നെയ്യും ശർക്കരയും ചേർത്ത അവല് വിളയിച്ചതും നല്ല നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയതും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വൈകുന്നേരത്തെ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. സൂപ്പർ ഹിറ്റ് ഡിഷാണ് നമ്മുടെ. അടിപൊളി ടേസ്റ്റ് കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തോ ഒരു ടേസ്റ്റ്. ഞാനത് കുറേ നേരം ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് നിങ്ങൾ അധികം കേൾക്കാതിരുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ഡിഷാണ്. 4 മണി പലഹാരമായിട്ട് നമുക്ക് എല്ലാവർക്കും മഴക്കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ്. അടുക്കളയിലൊന്നും നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അടിപൊളി ഡിഷ് വേഗം നമുക്ക് റെഡിയാക്കാം. എന്തോ ഏത്തപ്പഴം, നല്ല ചൂടൻ ഏത്തപ്പഴം പുഴുങ്ങിയതും ആവി പറക്കുന്ന മധുരമുള്ള നെയ്യ് ചേർത്ത അവല് വിളയിച്ചതും. സൂപ്പർ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. അപ്പം നമുക്കിനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണണ്ടേ. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.